നിങ്ങളുടെ കൈകൾ ഇങ്ങനെ വിരലുകൾ ചേർത്ത് നിങ്ങളുടെ തം ഫിംഗർ ഇങ്ങനെ ഇത് നിങ്ങളുടെ മടിമേൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങളുടെ കൈപ്പത്തികൾ ആകാശത്തിന് സമാനമായിട്ട് ആയിരിക്കും ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ കൈപ്പത്തികൾ ആകാശത്തിന് സമാനം ഇങ്ങനെ ആയിരിക്കും മടിയിൽ വയ്ക്കുക. ആൻഡ് റിലാക്സ്. കണ്ണടയ്ക്കാം. നിത്യ യൗവന ധ്യാനം. സൂര്യനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ തലയുടെ ഉച്ചിയിൽ സൗരോർജം. സൂര്യനും എൻ്റെ ബന്ധുവാണ്. എല്ലാം ദൈവസൃഷ്ടിയാകയാൽ സൂര്യനും എൻ്റെ ബന്ധുവാണ്. എന്നിട്ട് നിഴൽ നിങ്ങളുടെ കാൽപാദത്തിന് അടിവശം, നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറകുവശം, നിഴൽ, ഷാഡോ. സഞ്ജന. എന്നിട്ട് നിങ്ങൾ സൂര്യൻ്റെ സഞ്ജനയിലൂടെ, ഷാഡോയിലൂടെ ഉണ്ടായ അശ്വിനി കുമാരന്മാർ, ട്വിൻസ്, ഇരട്ടകൾ, കുതിര സങ്കല്പിക്കുക. ഒരു 2 കുതിരകളെ സങ്കല്പിക്കുക. ഹോഴ്സ്. അശ്വിനി കുമാരന്മാരെ സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. എന്നുള്ള സൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. മൂക്കിലൂടെ ശ്വാസം. വീണ്ടും മൂക്കിലൂടെ ശ്വാസം. വീണ്ടും മൂക്കിലെ ശ്വാസം. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾ, അവയവങ്ങൾ, മജ്ജ, മാംസം, കലകൾ, എല്ലുകൾ, രക്തം, തൊലിപ്പുറം, മുടികൾ വരെയും യൗവനം ആയിത്തീരുന്നു. ഇതുവരെ നിങ്ങളുടെ പ്രായം അനുസരിച്ചുള്ള അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ളതൊക്കെ ഒഴിഞ്ഞ് വൈറ്റാലിറ്റി, ഊർജം, ഊർജസ്വലത, ഉന്മേഷം, ചെറുപ്പം എക്കാലവും അനുഭവിക്കുക. സൂര്യനെയും നിഴലിനെയും സങ്കല്പിക്കുക. ഷാഡോ. സൂര്യൻ ആൻഡ് സഞ്ജന. അപ്പോൾ അതിലൂടെ നമുക്ക് അശ്വിനി കുമാരന്മാർ. കുതിരയെ സങ്കല്പിക്കുക. ഹോഴ്സസ് 2. എന്നാൽ അശ്വിനി കുമാരന്മാർ എന്ന ദേവസങ്കല്പം. എന്നിട്ട് നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾ എപ്പോഴും യൗവനം, നിത്യ യൗവനം, നിത്യവും ആ ആരോഗ്യം, ആ ഉന്മേഷം, ആ ഊർജ്ജസ്വലത അനുഭവിക്കുക. എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം വീണ്ടും എടുക്കാം. വീണ്ടും മൂക്കിലൂടെ ശ്വാസം. Breathe in. Again, breathe in. അങ്ങനെ സൗര ഊർജം അശ്വിനി കുമാരന്മാരുടെ കൈപ്പത്തികൾ നിങ്ങളുടെ തലയുടെ ഉച്ചിയിൽ പതിഞ്ഞതായിട്ട് അനുഗ്രഹം സ്വീകരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ആ വൈബ്രേഷൻ, ആ സ്പന്ദനം അനുഭവിക്കുക. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും വൈകാരികത ആയിട്ടുള്ള
എല്ലാ അവസ്ഥകളെയും ശുദ്ധീകരിക്കുന്നു. നിത്യ യൗവനം, അതാണ് ഉദ്ദേശം ഈ ധ്യാനത്തിലൂടെ. നിത്യ യൗവനം, റിമൈനിങ് യങ് ഓൾവേസ് അറ്റ് എനി ഏജ്. അപ്പോൾ ആ ഊർജ്ജസ്വലത, ആ ഉന്മേഷം, ആ എനർജി, ആ വൈറ്റാലിറ്റി എപ്പോഴും നിലനിർത്തുന്നു അശ്വിനി കുമാരന്മാരുടെ അനുഗ്രഹത്താൽ. ഇപ്പോൾ ജീവന്റെ സ്രോതസ് എന്ന് പറയുന്ന സൂര്യൻ. സൂര്യൻ ആണെങ്കിൽ ഷാഡോ ഉണ്ടാവും, സഞ്ജന. സൺ ആൻഡ് ഷാഡോ രണ്ടുമുണ്ട്. സോ റെസ്റ്റ്, അതാണ് ഷാഡോ. നൈറ്റ് ടൈം എപ്പോഴും ഉണ്ട് ഷാഡോ, ഓൾ ദ ടൈം. ഡേ ടൈം ഉണ്ട്, എപ്പോഴും ഉണ്ട്. സൺ ഉണ്ടെങ്കിൽ ദർ ഇസ് ഷാഡോ. ഇറ്റ് ഈസ് നോട്ട് സെപ്പറേറ്റ്. നിഴൽ. സോ നിങ്ങൾ അത് രണ്ടും സ്വീകരിക്കുക. ആൻഡ് റെസ്റ്റ്, റിലാക്സ്, സറണ്ടർ ടു നേച്ചർ, സറണ്ടർ ടു സൺ ഗോഡ്, ആൻഡ് സറണ്ടർ ടു ദ ഷാഡോ, സറണ്ടർ ടു അശ്വിനി കുമാരന്മാർ. ഇപ്പോൾ ഈ നിമിഷം സംശയമില്ലാത്ത വിശ്വാസം. ശരണം പ്രാപിക്കുക. നിത്യ യൗവനം ഗുണം. വീണ്ടും ശ്വാസം മൂക്കിലൂടെ. Again breathe in. Breathe in. And relax. എന്നിട്ട് വെറുതെ സങ്കല്പിക്കുക, നിങ്ങൾ എങ്ങനെയായിരുന്നു ചുറുചുറുക്കും ഉന്മേഷവും കുഞ്ഞു പ്രായം. കൊച്ചു പ്രായം എന്ന് വെച്ചാൽ ഹൈ എനർജി, ഹൈ വൈറ്റാലിറ്റി, ഓടുകയും ചാടുകയും ആ ഒരു ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങളുടെ മനസ്സും അതനുസരിച്ച് പോസിറ്റീവ്. മനസ്സിൽ നിന്നും നിഷേധത്വങ്ങൾ ഉപേക്ഷിക്കുക. എല്ലാവർക്കും നല്ലത് നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്കും ഐശ്വര്യവും സംതൃപ്തി, സമാധാനം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സംതൃപ്തിയും കൃതജ്ഞതയും ഉണ്ടെങ്കിൽ സമാധാനമാണ്. അശ്വിനി കുമാരന്മാരെ നിങ്ങളുടെ സ്മരണയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. സൂര്യൻ, നിഴൽ, സൺ ആൻഡ് സഞ്ജന. സ്വീകരിക്കുക എനർജി. എന്നിട്ട് വീണ്ടും മെല്ലെ ഒരു ശ്വാസം മൂക്കിലൂടെ. ആൻഡ് ബ്രീത്ത് ഔട്ട്. എന്നിട്ട് മെല്ലെ മെല്ലെ എൻ്റെ കണ്ണുകൾ തുറക്കാം. ആൻഡ് നമുക്ക് റിലീസ് ചെയ്യാം. എന്നിട്ട് നന്ദി സമർപ്പിക്കാം ഈ നിമിഷത്തിൽ. അങ്ങനെ നമ്മുടെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രം മുഖത്തലയിൽ ഒരുപാട് 300-ൽ പരം, 400-ൽ പരം, 500-ൽ പരം നമുക്ക് മെഡിറ്റേഷൻസ് ഉണ്ട്, പ്രാണായാമാസ് ഉണ്ട്. വന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ്, ഭാഗ്യമാണ് സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രത്തിൽ വന്നു പോകാൻ സാധിക്കുന്നത്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇറ്റ്സ് എ ഗോഡ്സ് ഗിഫ്റ്റ്. അതുകൊണ്ട് എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകട്ടെ. നിത്യ യൗവനം, ആരോഗ്യം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. 9605743596 എന്ന നമ്പർ. നമുക്കിവിടെ മെഡിറ്റേഷൻസ് ചെയ്യാം, പ്രാണായാമ പ്രാക്ടീസ് ചെയ്യാം, ആരോഗ്യം വീണ്ടെടുക്കാം, ആരോഗ്യം നിലനിർത്താം. നമ്മുടെ രോഗപ്രതിരോധ ശക്തി എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നു. വരിക. ഗോഡ് ബ്ലെസ് യു ആൾ.